ഇന്ന് ചെറിയൊരു തണുപ്പുള്ള ഞായറാഴ്ചയാണ് കേട്ടോ. അതായത് മിക്കവാറും വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പൊടി മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും ഒരു സ്നാക്സ് കഴിക്കാനുള്ള ഒരു മൂഡ് വരും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്ന ഇലകൾ കൊണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്നാക്സ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇലകളാണ് കേട്ടോ. പലതരം ഇലകൾ വേണം. അപ്പോൾ ആദ്യം പറിക്കാൻ പോകുന്നത് പ്ലാവിലാണ്. ഇത് ജസ്റ്റ് ചെറിയൊരു പൊക്കത്തിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഇല്ലേ, അപ്പുറത്തേക്ക് മാറിയിട്ട് വലിയൊരു മരമുണ്ടേ. അതിനകത്തുനിന്ന് എനിക്ക് എങ്ങനെ ലാഡർ വെച്ചാൽ പോലും എനിക്ക് എത്തത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് തൽക്കാലം പ്ലാവിൽ പറയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തളിരിലകൾ നോക്കി എടുക്കും കേട്ടോ. തളിരില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഇലയല്ല, ഒരു ലൈറ്റ് കളറിലെ ഇലയില്ലേ, അത് നോക്കി നമുക്ക് പറിച്ചെടുക്കാവേ. അപ്പോൾ പ്ലാവിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നമ്മളിതേ ആവശ്യത്തിന് പ്ലാവില പറിച്ചെടുക്കാൻ പോവുകയാണേ. ഇനി നമ്മൾ പറിക്കാൻ പോകുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പനിക്കൂർക്ക പനി എന്ന് പറയും, പക്ഷേ പനിക്കൂർക്കയുടെ പേരിൽ തന്നെ ഉണ്ട് പനി. അപ്പോൾ പനിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് തിളപ്പിച്ചൊക്കെ കുടിക്കാൻ പറ്റുന്ന നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. ഇനി നമ്മൾ പറിക്കാൻ വന്നിരിക്കുന്നത് നല്ല റെഡ് കളറിലെ ചീരയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ചീരയുടെ ഇല പച്ച കളറിലേ ഇല്ലേ, അത് കിട്ടുവാണെങ്കിൽ അതും കൂടി എടുക്കാം കേട്ടോ. അങ്ങനെ അങ്ങ് പോകുന്ന വഴിക്കതേ നമ്മുടെ കണ്ണിൽ 2-3 മുരിങ്ങ ഇലയും കൂടി തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതിനകത്ത് വലുത് നോക്കി പറിച്ചെടുക്കാവേ. ഇങ്ങനെ തണ്ടോടെ ഇട്ട് നോക്കാം, രക്ഷയില്ലെങ്കിൽ നമുക്ക് കൊയിനായിട്ട് ചെറുതായിട്ട് ഇടുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ തോരൻ വെക്കാനായിട്ട് വന്നില്ലേ, അച്ചിങ്ങാപ്പയറിൻ്റെ ഇല എടുക്കാൻ, അതേ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഇതുമേലേക്ക് ശരിക്കും നിറച്ച അച്ചിങ്ങ ഉള്ളതാണ് കേട്ടോ. അമ്മച്ചി ഇപ്പം രാവിലെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 2-3 എണ്ണയ്ക്ക് ഇപ്പം കാണുന്നുള്ളൂ. ഏതായാലും നമുക്ക് ഇല പറിച്ചെടുക്കാം. ഇതിൻ്റെയും തളിരില തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. ഓക്കെ, നമ്മൾ എടുത്തോണ്ട് വന്നിരിക്കുന്ന എല്ലാ ഇലകളും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അതായത് നമ്മുടെ മുറ്റത്തും തൊടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിപടലങ്ങളും മറ്റു ജീവികളൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇലകളായിട്ട് നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ അത് എടുത്തിരിക്കുന്നത് അച്ചിങ്ങാപ്പയറിൻ്റെ ഇലയാണ്. പിന്നെ നമ്മുടെ മുരിങ്ങ ഇല അതേ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചീര ഇല എടുത്തിട്ടുണ്ട്, ഇത് നോക്കിയേ. പിന്നെ നമ്മുടെ പ്ലാവില കേട്ടോ, അതും കൂടി ഇട്ടേക്കാം. നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ഓരോ ഇലകളും എടുത്ത് കഴുകുക. എല്ലാ ഇലകളും കഴുകി വാരി വയ്ക്കുവാണ് കേട്ടോ. കഴുകി വാങ്ങി വെക്കുക എന്നൊക്കെ പറയുമല്ലേ എല്ലാവരും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ചട്നിയാണോ ചമ്മന്തിയാണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതൊന്നും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലെന്ന് തോന്നണതല്ലേ. എന്തായാലും അത് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ. നമുക്ക് ഏതായാലും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കുഞ്ഞു അരിഞ്ഞിടാം. കുനുകുനായൊന്നും അരിയണ്ട, വെറുതെ ചുമ്മാ അരിഞ്ഞാൽ മതി. നമുക്ക് ഈ തണ്ടിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കളഞ്ഞേക്കാം കേട്ടോ, വേണ്ട. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ജ്യൂസാക്കി അരച്ചെടുക്കാവേ. ഇതേ നോക്കിയേ, നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബടമൊക്കെ വരണുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ള മാവാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കടലമാവും അരിപ്പൊടിയും. കടലമാവല്ല, കടലപ്പൊടി എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇത് രണ്ടും സമാസമമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടേക്കാം. ഇനി ഇതിനകത്തേക്ക് വളരെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. ഇത് കായപ്പൊടി ഇടണം. പിന്നെ കുരുമുളക് പൊടി ഞാൻ കായത്തിൻ്റെ ടിന്നിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. രണ്ടും ഇടണം. പിന്നെ എടുക്കേണ്ടത് മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കാനായിട്ട്, മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് ഓരോരോ ഇലകളായിട്ട് എടുത്തിട്ട് ബാറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് വേണം നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാനായിട്ട്. സൂപ്പർ എടുക്കട്ടെ. അവസാനമായിട്ട് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നോക്കട്ടെ, ഇതെന്താകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് രീതിയിൽ അതിലേക്ക് എണ്ണയിലേക്ക് വീഴും. ചീര അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയറിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചീരയുടെ ഇല കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാട്ടാ. തക്കാളിക്ക് ഇച്ചിരി പുളി കൂടിപ്പോയി, അതായത് വിനാഗിരിയും കൂടി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടേ. സാരമില്ല. ഏതായാലും ഇല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പൊരിഞ്ഞിട്ടില്ല ഇത്, അതുകൊണ്ടാണ് അധികം ക്രിസ്പി ആയിട്ടില്ലേ. ചോക്കുമ്പോൾ മനസ്സിലാണല്ലേ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രിസ്പിയാണ്. ശരിക്കും നന്നായിട്ട് മൊരിയാത്ത നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇലയും കൂടി കഴിച്ചു നോക്കാം. അതായത് ഇല്ലേ, മുരിങ്ങയില കണ്ടാ എൻ്റെ കോലം നോക്കിയേ.
ഇങ്ങനെ ഈ ജ്യൂസ് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പല ഇലകളെടുത്ത് നമ്മളിങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തെങ്കിലും ഇത് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഇലകളുടെ എല്ലാത്തിൻ്റെയും ഗുണങ്ങളെല്ലാം പോയിട്ടാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. എങ്കിലും ഇപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ നമ്മുടെ മക്കളൊക്കെ ആരെങ്കിലുമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചമ്മന്തിയൊക്കെ നോക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി മക്കൾ എഴുന്നേറ്റിട്ടില്ല, മക്കൾക്കും കൂടി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ബാക്കി പിന്നെ കഴിക്കാം കേട്ടോ. മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം. സീ യു.